മതപരിവർത്തനം ആരോപിച്ച സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സഭയിലെ 2 സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തതിനെതിരെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ പാലായിൽ പ്രതിഷേധ പ്രകടനം നടത്തി. രാജ്യം മതേതരത്വത്തിൽ നിന്ന് വിടവാങ്ങുന്നുവെന്ന് ആശങ്കപ്പെടുന്നതായി പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ആം ആദ്മി പാർട്ടി നേതാവ് ജോയ് തോമസ് ആനത്തോട്ടം പറഞ്ഞു. ജോർജ് കുര്യൻ ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണെങ്കിൽ അദ്ദേഹം തൽസ്ഥാനം രാജിവെക്കണം. രാജ്യത്ത് സംഘപരിവാർ ഇസ്ലാമോഫോബിയ പരത്തുകയാണ്. കത്തോലിക്ക സഭ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അതാണ് BJPക്ക് അസഹ്യമായത്. മോദി അധികാരത്തിൽ വന്നതിന് ശേഷം മതേതരത്വത്തിന്റെ ആത്മാവാണ് വിലപിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തിനാണ് അവരെ അറസ്റ്റ് ചെയ്തത്, എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളതിന് ചെറിയൊരു വിശദീകരണം ആവശ്യമാണ്. അവരുടെ ക്ലിനിക്കിൽ ജോലി നൽകാനായി രണ്ട് സ്ത്രീകളെ, പ്രായപൂർത്തിയായ സ്ത്രീകളെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ പോയപ്പോൾ അവിടെ വെച്ചാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. എന്റെ ചോദ്യം ഇതാണ്: ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക് 2 പേർക്ക് ജോലി ഓഫർ ചെയ്ത് അവര് ആ ട്രെയിനിൽ അവിടെ വരുന്നുണ്ടെന്നും ആ 2 കന്യാസ്ത്രീമാർ അവരെ സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള വിവരം ബജ്രംഗ് ദളിനോട് ആരാണ് പറഞ്ഞത്, എങ്ങനെയാണ് അവർ അറിഞ്ഞത്? അപ്പോൾ നമുക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ക്രിസ്തീയ സന്യാസിമാർക്കും അല്ലെങ്കിൽ ക്രിസ്തീയ ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരായിട്ടും അവിടെ വളരെ ഗൂഢമായ ആലോചനയോടുകൂടി ഒരു അറ്റാക്ക് നടത്താനുള്ള അവരുടെ പ്ലാനുകൾ, അത് അങ്ങനെയായിരിക്കണമല്ലോ അവരുടെ ഈ ഇൻഫർമേഷൻ ലീക്ക് ചെയ്തത്. ആം ആദ്മി പാർട്ടി മതേതരത്വത്തെയും പൗരാവകാശങ്ങളെയും സംരക്ഷിക്കാൻ എപ്പോഴും മുന്നിൽ നിന്നതായും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ അറസ്റ്റുകൾ മതേതര ഭാരതത്തിന്റെ മുഖത്തെ കറുത്ത പാടാണെന്നും ആം ആദ്മി നേതാക്കൾ പറഞ്ഞു. ജേക്കബ് തോപ്പിൽ, രാജു താനിക്കൽ, റോയ് വെള്ളരിങ്ങാട്ട്, ജോയ് കളരിക്കൽ, സിബി വരിക്കാനിക്കൽ, ജോണി ഇലവനാൽ, ജൂലിയസ് കണിപ്പള്ളി, ജോജ കണ്ണംകുളം തുടങ്ങിയവർ പ്രസംഗിച്ചു.